വർക്കിന് പോകുന്ന വഴിക്കാണ് യാദൃച്ഛികമായിട്ട് ഈ ഒരു വർക്ക് വേറൊരു വർക്ക് കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ വലിയൊരു സംഭവമൊന്നുമല്ല, കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് ചെറിയൊരു ബിൽഡിങ്, അത് വീടിന് വേണ്ടി ഉറപ്പില്ലാത്ത മണ്ണിൽ കട്ടിയുള്ള ഭാഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി കുഴിയെടുത്ത് ഫില്ലർ കെട്ടുന്നതിന് വേണ്ടി കുഴിയെടുക്കുന്നതാണ്. ഒരു 5-6 റൗണ്ട് കറങ്ങി കഴിയുമ്പോൾ തന്നെ അത് മണ്ണ് ഫില്ലായി. മണ്ണെടുത്ത് കളഞ്ഞതിന് ശേഷമുള്ള കുഴിയാണിത്. ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്ന കുഴിയാണ്. ഏതാണ്ട് ഒരു 5 മീറ്ററോളം താഴുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കുഴിച്ചതിന് ശേഷം ഏതാണ്ട് ഒരു 30 അടിയോളം പൊക്കമുള്ള ക്രെയിൻ പോലെ ഇരിക്കുന്ന 3 ഇരുമ്പ് പീസുകൾ ജോയിൻ്റ് ചെയ്തിട്ടാണ് ഈ ക്രെയിൻ വെച്ച് കറക്കി വലിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെളിയൊക്കെ കളഞ്ഞിട്ട് അവർ വീണ്ടും അതിലിട്ട് കറക്കി വെയിറ്റിന് വേണ്ടി ഒരാൾ മേളിൽ നിന്നിട്ട് 2 പേര് നിന്ന് കറക്കി അതിനകത്താക്കുന്നതാണ്. അതായത് നമ്മൾ മെഷീനിലെ ഡ്രില്ലർ ഉപയോഗിക്കുന്ന അതേ രീതിയാണ്. അപ്പോൾ അതിന് പ്രത്യേക മെഷീനൊന്നുമില്ല, എല്ലാം നമ്മൾ പറയുന്ന പോലെ കൈപ്പണി പോലത്തെ പണിയാണ്. അത് 2 ലോക്കൊക്കെ നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ആ ബേസിൽ 2 ലോക്കൊക്കെ നിർത്തിയിട്ടാണ് അവരതങ്ങ് ചെയ്യുന്നത്. പക്ഷേ കണ്ടപ്പോൾ കുഴപ്പമില്ല, നല്ല രസമായിട്ട് തോന്നി. അങ്ങനെ ഒരാൾ വെയിറ്റിന് വേണ്ടി മേളിൽ കയറി നിന്നിട്ട് ബാക്കി 2 പേരും താഴെ നിന്ന് കറക്കി ഏതാണ്ട് ഒരു 10-15 റൗണ്ട് കറങ്ങുമ്പം തന്നെ അത് ഫില്ലാവും. പിന്നെ അതിനെ പുറത്തെടുത്ത് ആ ചെളി വെളിയിൽ കളയും. അപ്പോൾ ഈ ഒരു രീതി ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും കാണാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അങ്ങനെ അവർക്ക് കറക്കുമ്പം തന്നെ നല്ല ടൈറ്റ് ആവുന്ന രീതിയിൽ അത് മണ്ണ് ഫില്ലാകുന്നത് അറിയാൻ പറ്റും. അതിനുശേഷം ആ ക്രെയിൻ ഉപയോഗിച്ച് കൈകൊണ്ട് ആ ലോക്ക്, ആ പുള്ളി തന്നെ ആ ലോക്ക് അതിൽ പിടിച്ചിട്ടിട്ട് അതിൽ കറക്കുമ്പം തന്നെ അത് പൊന്തി വരും. ആ ചെളിയോടുകൂടി പൊന്തി വരും. അപ്പോൾ കുഴിയൊക്കെ എടുത്തതിന് ശേഷമുള്ള കാഴ്ചയാണിത്. കുഴി ഏതാണ്ട് 4 മീറ്റർ 5 മീറ്ററോളം ആഴമുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇവർ ആ കുഴിക്കകത്തോട്ട് അതിലത്തേക്ക് സൈസിനുള്ള കമ്പി കെട്ടി റൗണ്ടിന് കണ്ടില്ലേ, കമ്പി കെട്ടി അതിലേക്ക് ഇറക്കും കോൺക്രീറ്റ് നിറയ്ക്കാൻ വേണ്ടി. അപ്പം അതിന് ശേഷം ഈ കമ്പി ഇറക്കിയതിന് ശേഷം ഈ ഫണൽ പോലെ ഇരിക്കുന്ന സാധനം കണ്ടില്ലേ, ആ കുഴിയിലോട്ട് ഇറക്കിയിട്ട് ഈ മിക്സർ മെഷീനിൽ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കുഴച്ച് ഈ ഫണലിലൂടെ അകത്ത് കടത്തും. അങ്ങനെ കടത്തിയതിന് ശേഷം ഉള്ള ഫില്ലറാണ് ആ കാണുന്നത് കണ്ടില്ലേ, കമ്പി. അങ്ങനെ 10-12 കമ്പി അവർ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 1-2 ദിവസം കൊണ്ടാണ് ആ 10-12 ചെയ്തത്.